ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅദബൻ കാമിലാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദഹ വബിക നസ്തഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനിൻ്റെ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ നാളെ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലാക്കി മാറ്റുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദഅവത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. പ്രബോധനം, ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ഫിത്നകൾ ധാരാളമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പല നിലക്കും ശിർക്കും കുഫറും ബിദ്അത്തുകളും അതേപോലെ തന്നെ ഹറാമുകളും, ഇങ്ങനെ പല നിലക്കുള്ള മഅസിയത്തുകൾ, തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവസാന കാലഘട്ടമാകുമ്പോൾ ഗുർബത്ത് വരും. ഇസ്ലാം തുടങ്ങിയതുപോലെ, ഇസ്ലാം തുടങ്ങിയത് എങ്ങനെ? വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദഅ വഫതൂബാ ലിൽ ഗുറബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞത്? ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം വളരെ അപരിചിതമായാണ് തുടങ്ങിയത്. നമുക്കറിയാം, മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വന്നപ്പോൾ വളരെ കുറച്ചാളുകളെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ചാളുകൾ. അങ്ങനെ പിന്നെ പ്രബോധനം പല സ്ഥലങ്ങളിലേക്കും എത്തി, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കം ഫത്ഹിന് ശേഷം ധാരാളം ആളുകൾ വന്നു. അങ്ങനെ വളരെ എണ്ണിയാലൊടുങ്ങുന്ന 10-ൽ താഴെ അനുയായികളുമായി തുടങ്ങിയ ഈ ദഅവത്ത് അങ്ങനെ വ്യാപിച്ചു. ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാ തുടങ്ങിയ അതേ അവസ്ഥയിൽ തന്നെ, വസയഊദു ഗരീബൻ കമാ ബദഅ, ആ തുടങ്ങിയ അതേ അവസ്ഥയിൽ പോലെ തന്നെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകൾ വളരെ കുറച്ചായി മാറും, വളരെ കുറച്ചായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബാ, അവർക്ക് എന്തുണ്ട്? സന്തോഷം, അവർക്ക് സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രക്കും പ്രയാസങ്ങൾ സഹിച്ചേക്കും, ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. മുമ്പുള്ളതിനേക്കാളും അധികമായി എങ്ങോട്ട് നോക്കിയാലും ഫിത്നകളാണ്. പല മേഖലയിലെയും കമ്പ്യൂട്ടർ മേഖല, അങ്ങനെ പല മേഖലകളിലൂടെയും എളുപ്പത്തിൽ ഹറാമിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ഇന്ന് ധാരാളം സുലഭമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നഫ്സിനെ പിടിച്ചു നിർത്തി സംരക്ഷിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഖുർആനിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ എന്ന് അള്ളാഹു പറഞ്ഞു. എന്താ അള്ളാഹു പറഞ്ഞത്? എൻ്റെ അടിമകളിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നവരുള്ളൂ എന്നാണ്. വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവും. അത് ഹക്കാണ്, പേര് കൊണ്ട് ധാരാളം ഉണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. മുസ്ലിം നാമമുണ്ട് എന്നതുകൊണ്ട് കാര്യമായില്ല. പക്ഷെ യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ, യഥാർത്ഥ ഹക്കിന്റെ ആളുകൾ, സുന്നത്തിന്റെ ആളുകൾ അവസാനമാകുമ്പോഴേക്കും വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ആ ആളുകളിൽ പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുറേ ചപ്പ് ചവറുകളെ പോലെ ധാരാളം മുസ്ലിം നാമധാരികൾ ഉണ്ടായിട്ട് കാര്യമല്ല. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ, യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുഖിൻ, ഈ അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിമുകളൊക്കെ പേര് മാത്രമേ ഉണ്ടാവും. തൗഹീദില്ലാത്തവരായിരിക്കും, ദുർബലന്മാരെ, ദുനിയാവിനോടുള്ള പ്രേമത്തിന്റെ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ മുസ്ലിമീങ്ങളോടുള്ള ഭയം ഇല്ലാതായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ മുസ്ലിമുകളെ കുറിച്ചുള്ള ഭയം
എടുത്തു കളയും. അതുകൊണ്ട് പല പ്രയാസങ്ങളും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞല്ലോ, യൂഷികു അൻ തദഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുഖ്ന, എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കളെ ആളുകൾ ഇങ്ങനെ വിളിച്ചു കൂട്ടും. അവർ വിളിച്ചു കൂട്ടുന്ന ഏതുപോലെ എന്ന് പറഞ്ഞാൽ കമാ തദഅൽ അകലതു ഇലാ ഖസ്അതിഹാ, നമ്മളൊരു ഭക്ഷണത്തളിക മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആൾക്കാരെ എങ്ങനെ വിളിച്ചു കൂട്ടുമല്ലോ, അങ്ങനെ വിളിച്ചു കൂട്ടുന്നത് പോലെ മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കൾ ആളുകൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അപ്പൊ ഖീല യാ റസൂൽ അല്ലാഹ്, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഫമിൻ ഖില്ലതി യൗമഇദ്, അല്ലാഹുവിന്റെ റസൂലേ അന്ന് നമ്മൾ വളരെ കുറവായിരിക്കുമോ, മുസ്ലിമീങ്ങള് വളരെ കുറവായിരിക്കുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ, അല്ലല്ല, എണ്ണം കൊണ്ട് ധാരാളം ഉണ്ടാവും. വലാകിന്നകും, എണ്ണം കൊണ്ട് ധാരാളം ഉണ്ടാവും, പക്ഷെ വലാകിന്നകും, എന്തായിരിക്കാം മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നറിയങ്ങള്, ഗുസാ എന്ന് പറഞ്ഞാൽ ചണ്ടി, ചപ്പു ചവറുകൾ, മാലിന്യം. ഈ മലവെള്ളപ്പാച്ചിലൂടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെ ഇരിക്കുന്ന അന്ന് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച് എന്തുകൊണ്ടാ, അത്രയ്ക്കും ദുർബലന്മാരായിരിക്കും. അങ്ങനത്തെ കുറേ ആളുകൾ ഉണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താ പ്രശ്നം എന്നറിയങ്ങള്, യുജഅലുൽ വഹ്നു ഫീ ഖുലൂബികും, അവരുടെ ഹൃദയങ്ങളിലൊക്കെ ദുർബലതയായിരിക്കും. ദുർബലത അവരുടെ ഹൃദയങ്ങളിൽ പിടികൂടിയിട്ടുണ്ടാകും. അവരുടെ അഥവാ നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ നിങ്ങളെ കുറിച്ചുള്ള ഭയമൊക്കെ എടുക്കപ്പെടും. അതിന്റെ കാരണം എന്താ അറിയോ? 2 കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലിഹുബ്ബികുമുദ് ദുനിയാ വകറാഹിയതികുമുൽ മൗത്ത്. 2 കാര്യം. ഒന്ന്, ദുനിയാവിനോടുള്ള പ്രേമം, അതുകൊണ്ടാണല്ലോ മനുഷ്യന് വഴിതെറ്റിപ്പോണേ. 2, മരിക്കാനുള്ള വെറുപ്പ്. ആളുകൾക്ക് എന്താ വേണ്ടി, ഈ ദുനിയാവിൽ ഇങ്ങനെ കുറേ കാലം ജീവിക്കണം, മരിക്കാതെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കണം. ഈ ഒരു ചിന്ത ഇന്ന് മുസ്ലിം നാമധാരികളും ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ പഠിച്ച് ഏകദേശമായി, അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും കണ്ടാലും ഉണ്ടാതെ ഇരിക്കുന്ന അവസ്ഥ, അത് വലിയ അപകടമാണ്. അതിന്റെ അപകടം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഏതായാലും ദുനിയാവിനുള്ള പ്രേമം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിം നാമധാരികളെ മാത്രം എടുത്തു നോക്കുക. എന്താണ് അവരുടെ അവസ്ഥ? തൗഹീദില്ലാത്ത കുറേ ആളുകൾ, തരിച്ച ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകൾ, പേര് മാത്രം മുസ്ലിമിന്റെ പേരായിരിക്കും. ഇനി തൗഹീദ് ഉള്ള ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നമ്മളെ ചുറ്റുപാട് എടുത്തു നോക്കിയാൽ തൗഹീദൊക്കെ ഏകദേശം ഉണ്ടാവും, ഷിർക്ക് ഉണ്ടാവില്ല. എന്നാലോ ബാക്കി വൻപാപങ്ങളൊക്കെ ധാരാളമായി ചെയ്യുന്ന ആളുകളായിരിക്കും. അതിലൊന്നും ഒരു സൂക്ഷ്മതയില്ല. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. തൗഹീദ് ഷിർക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെങ്കിലോ എല്ലാ ഹറാം വൻപാപങ്ങൾ, പലിശ ഉണ്ടാകും, വ്യഭിചാരം ഉണ്ടാകും, ലഹരി ഉപയോഗം ഉണ്ടാവും, കളവ്, ഏഷണി, പരദൂഷണം, ഇങ്ങനെ വൻപാപങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. എന്ന് മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ പല ചുറ്റുപാടുള്ള പല മുസ്ലിമീങ്ങളും, ഇപ്പൊ മുസ്ലിം സംഘടനകൾ എടുത്താൽ പോലും തനിച്ച ഹറാമിനെ പോലും ലഘുവായി കാണുന്ന, ഒരു കുഴപ്പമില്ല എന്ന നിലയിലേക്ക് എത്തുന്ന രീതിയിലാണ് പല ആളുകളുടെയും സമീപനം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഡാൻസും പ്രശ്നങ്ങളും കണ്ടപ്പോൾ തന്നെ ഇപ്പൊ മ്യൂസിക്കിന്റെ പ്രശ്നം വന്നപ്പോ ഈ മുസ്ലിം ഈ ദീനിൽ ദീൻ പറയാൻ അർഹരല്ലാത്ത ആളുകള് ദീന് പറയാൻ തുടങ്ങി. അതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. അപ്പോൾ പല ആളുകളും പേര് മുസ്ലിങ്ങളായിരിക്കും, രാഷ്ട്രീയ നേതാവായാലും ശരി, അങ്ങനെ ഓരൊക്കെ പറയാൻ തുടങ്ങി. എന്താ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ? അത് മുസ്ലിമീങ്ങളിൽ 2 അഭിപ്രായമുള്ള ഒരു കാര്യമാണ്, വലിയ കാര്യമായിട്ടാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ തനിച്ച ഹറാമിന് അങ്ങനെ ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഹറാമാണ് സംഗീതം. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് എന്താ, അത് കാപട്യത്തിന്റെ ഈ മ്യൂസിക് കേൾക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കപടനാവും, കാപട്യം വല്ല നല്ലോണം ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാം, ഈ മ്യൂസിക് കേട്ടാൽ എന്താ ഉണ്ടാവുക, പ്രേമങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെയാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മ്യൂസിക് കേൾക്കുന്നത്. അങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ ആളുകളെ, തൗഹീദുള്ളവരെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ശൈത്താൻ പിടികൂടിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ദഅവത്ത് ചെയ്യുക, ഹക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അത് വലിയ അപകടമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതായാലും ഇങ്ങനെ നമ്മൾ ആദ്യം ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. ഒരു കൂട്ടം ആളുകൾ തനിച്ച ഷിർക്കിലാണെങ്കിൽ, ബിദഅത്തിലാണെങ്കിൽ, തൗഹീദ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളിൽ തന്നെ ഒരുപാട് ഹറാമുകളുണ്ട്. പല ഹറാമുകളെയും പറഞ്ഞ രീതിയിൽ സംഗീതം കേൾക്കുന്നതിന് നിസ്സാരമായി ഒരു കുഴപ്പമില്ലാതെ കാണുന്നവർ, അവർ തന്നെ അവരുടെ പല മേഖലയിലും, കച്ചവട മേഖലകളാകട്ടെ, എന്തിനും ഇപ്പം നോക്കിയാൽ ശൈത്താന്റെ മ്യൂസിക് ഇല്ലാതെ ഒരു കാര്യം ഇപ്പം നടക്കൂല. എന്തിനും മ്യൂസിക്കാണ്. ശൈത്താന്റെ പണി നോക്കി,
വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല എന്ന് ആയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലഹുവൽ ഹദീസ് വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറിൽ ഖുർആൻ എടുത്ത് പരിശോധിക്കണം. നമുക്ക് ഖുർആൻ പറഞ്ഞുതരും ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ പഠിച്ച സഹാബാക്കളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ജാബിർ, അതേപോലെ തന്നെ ഇക്രിമ, സഈദ് ഇബ്നു ജുബൈർ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ പറഞ്ഞ കാണാം എന്താ? മ്യൂസിക്കാണ്, സംഗീതമാണ്. ഇനി ഇതിന്റെയും ഇതല്ലാത്ത മറ്റു ചില ഹദീസുകൾ നിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഈ അവസാന കാലഘട്ടമാകുമ്പോൾ ജനങ്ങളാകെ എങ്ങനെ അധപതിച്ചു പോവല്ലോ. ഈ അവസാന കാലഘട്ടമാകുമ്പോൾ ജനങ്ങളിൽ ഹസ്ഫും മസ്ഖും ഖദ്ഫും ഇത് മൂന്നും ഉണ്ടാവും. മുമ്പുള്ള സമുദായത്തെ അള്ളാഹു ഇതുകൊണ്ട് നശിപ്പിച്ചിന്. എന്താ ഹസ്ഫ് എന്ന് പറഞ്ഞാൽ? ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ. ആരെ? ഖാറൂനെ ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞതാണ്, ധിക്കാരിയാണ്. അതേപോലെ തന്നെ മസ്ഖ്, രൂപം മാറ്റിക്കളയാം, വികൃതമാക്കി കളയും അള്ളാഹു സുബ്ഹാനഹു വ തആല. ബനു ഇസ്രായേലുകാരെ പന്നികളും കരങ്ങന്മാരുമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ ഖദ്ഫ്, ചരൽ വർഷം, അതിശക്തമായ ചരൽ വർഷം കൊടുത്ത് നശിപ്പിച്ച് കളയാം ലൂത്ത് നബിന്റെ ഖൗമിനെ. ഇങ്ങനൊക്കെ അള്ളാഹു മുമ്പുള്ള സമുദായത്തെ നശിപ്പിച്ചിന്. ഈ ഒരു അവസ്ഥ ഈ ഉമ്മത്തിലും വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ദഅവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇതെപ്പോഴാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാ റസൂലല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല, വമതാ ദാക്, എപ്പോഴാണ് ഈ പറഞ്ഞ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയലും അതേപോലെ തന്നെ രൂപം മാറ്റിക്കളയലും അതേപോലെ ചരൽ വർഷം ഉണ്ടാവലും എപ്പോഴാണ് നബി എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ശരിക്കും നമ്മൾ ചിന്തിക്കണം. ഈ മൂന്നും ഇന്ന് നമുക്ക് ധാരാളമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലക്ക് എന്തെല്ലാം ശിക്ഷകൾ അല്ലാഹു ഇറക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ അമേരിക്കയിൽ എൻ്റെ വെള്ളപ്പൊക്കവും ഇങ്ങനെ പല നിലക്കും അള്ളാന്റെ ശിക്ഷകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇത് റബ്ബിന്റെ ശിക്ഷയാണ്. തോന്നിവാസങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് റബ്ബ് നൽകുന്ന ശിക്ഷ എന്ന് മനസ്സിലാക്കുന്നവര് ദീൻ പരിശോധിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാത്തവർ കേവലം അതൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ടവരെന്തായാലും പ്രകൃതി ദുരന്തം എന്ന കാരണം ദുനിയവിയായ കാരണം കണ്ടെത്തുന്നല്ലാതെ ഇതിനപ്പുറം തോന്നിവാസം, ജനങ്ങളുടെ കരങ്ങൾ ചെയ്യുന്ന തോന്നിവാസത്തിന്റെ ഫലമായിട്ടാണ് ഇത് അള്ളാഹു നൽകുന്നത് ചിന്തിക്കുന്നവർ ഖലീലായിരിക്കും. അതിന് പാഠം ഉൾക്കൊള്ളുന്നവർ ഖലീൽ കുറവായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മൂന്ന് കാര്യം സംഭവിക്കപ്പെടാതെ നിങ്ങൾ ഇദാ ദഹറത്തിൽ ഖൈനാതു വൽ മആസിഫു വശുരിബത്തിൽ ഖം. ഒന്ന് ഖൈനാത്ത് അഥവാ പാട്ടും പാടി നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പ്രകടമാകും. മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ട്. മുസ്ലിമീങ്ങളെ തന്നെ പറയും. ഇപ്പൊ ഈ തൗഹീദുള്ള ആളുകൾ പോലും, തൗഹീദ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും കുട്ടികളെ, തങ്ങളെ പ്രായപൂർത്തിയായ കുട്ടികളെ ഡാൻസിനും മ്യൂസിക്കിനും അന്യ ആണുങ്ങൾക്ക് മുമ്പിൽ തുള്ളിച്ചാടാനും വിടുന്ന എത്രയോ ആളുകളുണ്ട്. നോക്കി നിങ്ങൾ, അള്ളാഹ് റസൂല് പറയാ വലിയ വലിയ അപകടമാണ്. അതേപോലെ രണ്ടാമത് മആസിഫ്, എന്താ? സംഗീതം, വാദ്യോപകരണം ഉപയോഗിച്ചുള്ള സംഗീതങ്ങളും ഇങ്ങനെ പാട്ടുകളും. ഇന്ന് ആളുകൾക്ക് നിൽക്കണമെങ്കിൽ ഇതൊരു ലഹരിയായി പോയി. സംഗീതം അല്ലെങ്കിൽ പാട്ടുമില്ലെങ്കിൽ നിലനിൽപ്പില്ല. എപ്പോഴും ഉറക്കത്തിലും വാഹനത്തിലും ഏത് സമയത്തും ശൈത്താൻ അവരെ പിടികൂടി കഴിഞ്ഞു. മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമ്മൾ പറയുന്നത്, തൗഹീദുള്ള ആളുകൾ. വശുരിബത്തിൽ ഖുമൂർ, കള്ള്, മദ്യപാനം ധാരാളം വർദ്ധിക്കും. ഇത് മൂന്നൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി എങ്ങനെയാണ് ശിക്ഷ ഇല്ലാതിരിക്കുക? അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂകമ്പങ്ങളും പല നിലക്കുള്ള ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ തോന്നിവാസങ്ങൾ വർദ്ധിക്കുമ്പോഴാ. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. തൗഹീദുള്ള നമ്മൾ വിചാരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതൊന്നും എതിർക്കപ്പെടണ്ട എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആളുകളല്ല. ഇങ്ങനെ സമൂഹത്തിൽ ഈ തിന്മകൾ നടമാടുകയും അതിനെതിർക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള സ്വാലിഹീങ്ങളടക്കം നല്ല ആളുകളടക്കം എല്ലാവരും നശിച്ചു പോകും. ഇത് വലിയ അപകട. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടേ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചത്, ഈ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ, നമ്മുടെ ചുറ്റുപാട് നമുക്കറിയണം. ശരിക്കും ശിർക്കിന്റെ ആളുകളുണ്ട്. അപ്പൊ ആദ്യം ശിർക്കിന്റെ ആളുകളാകുമ്പോൾ ശിർക്കിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം. ബിദഅത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രദ്ധിക്കണം. ഇനി തൗഹീദുള്ള നമ്മളെ പല സംഘടനയുടെ ആളുകളും അതല്ല നമ്മളെ ചുറ്റുപാടുള്ള ആളുകളായാലും ശരി, ഹറാമുകളിൽ വീഴ്ച വരുത്തുന്ന ധാരാളം ഹറാമുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. പലിശ, ബാങ്കുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഒരു ഗൗരവവും ഇല്ലാണ്ട് പറഞ്ഞാലും ഒരു ലാഘവത്തോടു കൂടി വീണ്ടും ആ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആളുകൾ. അപ്പൊ അവരൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മുടെ പരമാവധി ഹിക്മത്ത് അനുസരിച്ച്, നമ്മുടെ യുക്തി അനുസരിച്ച് നല്ല ശൈലിയിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്.
ഇനി ഇതിന്റെ ബാധ്യത നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ. എന്താ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഖുൽ, അള്ളാഹു പറയാ നബിയെ താങ്കൾ പറയണം, ഹാദിഹി സബീലി, ഈ അള്ളാഹു കാണിച്ചു കൊടുത്ത ദീനുണ്ടല്ലോ, ഇതാണ് എന്റെ മാർഗം എന്ന് പ്രഖ്യാപിക്കാൻ. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, അല്ലാഹു റസൂൽ പറയാ ആ അള്ളാഹു നമുക്ക് നൽകിയ ഇസ്ലാമിലേക്ക്, ആ ദീനിലേക്ക് നല്ല ഉൾക്കാഴ്ചയോടുകൂടി ബസീറത്തോടുകൂടി ഞാൻ ആളുകളെ ക്ഷണിക്കും. ഞാനും വമനിത്തബഅനി, എന്നെ പിന്തുടർന്നവരും എന്നെ പിൻപറ്റിയവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ക്ഷണിക്കുന്ന മാർഗം ഏതാ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കാൻ എത്രങ്ങാനും ആളുകളാ. ഒരു രാഷ്ട്രീയത്തിന് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചാൽ റോട്ടിലൂടെ പെണ്ണുങ്ങളും മുസ്ലിം പെണ്ണുങ്ങളും തട്ടട്ട പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ദീന്റെ മാർഗത്തിൽ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അവരൊക്കെ ദീന്റെ മാർഗത്തിൽ പ്രബോധനം എത്ര. ഈ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ഈ ദീനിലേക്ക് ക്ഷണിക്കുന്നവരാന്ന് പറയുമ്പോ അതിന്റെ മാർഗത്തിലേക്കൊന്ന് ക്ഷണിച്ചു നോക്കി നിങ്ങൾ, ആളുകളെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ഇൽമില്ലായിട്ടാ, വിവരമില്ലായിട്ടാ. ഇവിടെ അൽ ബസീറ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ബസീർ, ആളുകളെ നമ്മൾ ക്ഷണിക്കുമ്പോൾ ദഅവത്ത് ചെയ്യുമ്പോൾ ബസീറ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളും. അത് പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉൾക്കാഴ്ചയോട് കൂടി നമ്മൾ മലയാളം പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് അൽ ഇൽമു, പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഇൽമു ഖബ്ല ദഅവ, നമ്മൾ ക്ഷണിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിവ് വേണം. അതിനാദ്യം നമ്മൾ പഠിക്കണം. ഒരാൾക്ക് എന്ന കാര്യം ഹറാമാണ്, അല്ലെ എന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തത്, നിസ്കാരം എങ്ങനെയാണ്, എന്തൊരു കാര്യമാട്ടെ അതിൻ്റെയൊക്കെ പുണ്യം ധാരാളമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അറിവുള്ളവരായിരിക്കണം. നമ്മളെന്താവണം? അറിവുള്ളവരായിരിക്കണം. 2 അല്ലീനു മഅദ്ദഅവ, ദഅവത്ത് ചെയ്യുമ്പോൾ നല്ല സൗമ്യതയോട് കൂടിയായിരിക്കണം. ഒരുമാതിരി കാട സ്വഭാവമായിട്ട് പോയിട്ട് ആളുകൾ ദഅവത്ത് ചെയ്ത ആളുകൾ മാറോ? ഒരിക്കലുമില്ല. സ്വഭാവം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ അസ്സബ്റു ബഅദ ദഅവ, ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ദഅവത്ത് ചെയ്താലേ ഒന്നിന് ചിലപ്പോൾ ഇങ്ങോട്ട് പല പ്രയാസങ്ങളും ഉണ്ടാവും, കളിയാക്കലുണ്ടാവും, സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവാം, സ്വന്തം വാപ്പായിന്റെ ഉമ്മന്റെ അടുക്കൽ തൗഹീദ് പറയുമ്പോൾ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഒക്കെ ഇട്ടെറിഞ്ഞു പോല ഇനി ഞാൻ ഇതൊന്നും പോകില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകണോ? ഒരിക്കലും അല്ല. കാരണം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ ഈ ദഅവത്ത് എന്ന വലിയ ഇബാദത്താണ്. ഈ ഇബാദത്ത് പറഞ്ഞ ആരെ ജോലി പറഞ്ഞത്? വദീഫത്തുൽ അംബിയാ വൽ മുർസലീൻ, അംബിയാക്കന്മാരുടെ ജോലിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷല്ലേ? ലോകത്ത് വന്ന അംബിയാക്കന്മാരുടെ ജോലിയാണ് ദഅവത്ത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാ അതാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ ബസീറത്തോട് കൂടിയായിരിക്കണം നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടത്. ഈ 3 പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ അറിവുണ്ടാവണം. 2 വളരെ റിഫ്കോട് കൂടി, മയത്തോടു കൂടി, ഹിക്മത്തോടു കൂടിയായിരിക്കണം. ഫിറഔന്റെ അടുത്തേക്ക് പോലും ഹാറൂനെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും പറഞ്ഞു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. സ്ട്രോങ്, ഏറ്റവും വലിയ ധിക്കാരിയല്ലേ ഫിറൗന്, ഏറ്റവും ആനാണ് റബ്ബ് എന്ന് പറയുന്നവനാ. പക്ഷെ അവന്റെ അടുത്ത് പോയിട്ട് വലിയ എങ്ങനെ ചൂടായി അല്ലെ ദേഷ്യപ്പെടാനാണോ? അല്ല, ഹിക്മത്തോടു കൂടി അവനെയും ദീനിലേക്ക് ക്ഷണിക്കണം. അപ്പൊ ലയ്യിനായ നമ്മുടെ സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 3-മത്തേത് ക്ഷമ. ഇത് 3 നമുക്കുണ്ടാവണം. ഈ 3നോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എപ്പോൾ ദഅവത്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇതെന്റെ മാർഗമാണ് ദീന്, ഞാൻ അതിലേക്ക്, ഞാനും എന്നെ പിൻപറ്റിയവരും ഈ ദീനിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അൽഹംദുലില്ലാഹ്, ആ വമനിത്തബഅനി എന്ന് പറഞ്ഞ കൂട്ടരിൽ പെടാൻ നമുക്ക് സാധിക്കണം. ഈ 3 നിലക്കും, ഈ ബസീറയോട് കൂടി പറഞ്ഞ 3 നിലക്കും പഠിച്ച് ലീനോടുകൂടി, റിഫ്കോടുകൂടി, ക്ഷമയോടുകൂടി ആയിരിക്കണം നമുക്ക് ദഅവത്ത് ചെയ്യാൻ സാധിക്കേണ്ടത്. ഇമാം അത്ബരി റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം. ഹഖ്കുൻ വല്ലാഹി, സത്യമാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. അലാ മനിത്തബഅഹു അൻ യദ്ഉവ ഇലാ മാ ദഅ ഇലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നിലേക്കാണോ ക്ഷണിച്ചത് ആ ഒന്നിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകൾക്ക് ക്ഷണിക്കൽ, അതിലേക്ക് ക്ഷണിക്കൽ ഹഖാൻ, നിർബന്ധമാണ്. വയുദക്കിറു ബിൽ ഖുർആനി വൽ മൗഇദ, ഉപദേശങ്ങൾ കൊണ്ടും ഖുർആൻ കൊണ്ടും ഉപദേശിക്കണം. അതേപോലെ വയൻഹാ അൻ മആസില്ലാഹ്, തിന്മകളെ തൊട്ട് അവരെ വിരോധിക്കാനും കഴിയണം. ഇപ്പൊ നമ്മളൊക്കെ ഇതിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഞാൻ ഇവിടെ അങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഇതൊരു ദഅവത്താണ്, അതിനൊതുങ്ങോ? അല്ലല്ല. തിരിച്ചു പോയാ നിങ്ങൾ വൈമല് ഹറാമുകൾ കാണാൻ, അതിന് ഹറാമുകൾ കാണുമ്പോൾ അതിനെ തടയാൻ നിങ്ങൾക്ക് സാധിക്കണം.
അതെങ്ങനെ? നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട്, കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട്, അതിന് പറ്റില്ലെങ്കിൽ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനും പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കെങ്ങനെ ചെയ്യണം. ഇതൊന്നും വെറുക്കാതെ മുന്നിൽ ഇങ്ങനെ ഹറാമുകൾ നടമാടുക എന്നുള്ളത് ഒന്നടങ്കം ശിക്ഷ ബാധിക്കാൻ വലിയ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മൾ ഉണർത്തിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി എന്നല്ലേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. ഒരു തിന്മ കണ്ടാ അതിനെ കൈയോണ്ട് തടുക്കുക. കൈയോണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈയോണ്ട് തന്നെ തടുക്കണം. ഇനി അതിന് പറ്റിയില്ലെങ്കിലാണ് ഫൈലം യസ്തത്യ, അതിനും പറ്റില്ലെങ്കിലാണ് ഇങ്ങോട്ട് നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്യരുത്. ഇനി അതും പ്രശ്നമാണെങ്കിൽ അതൊക്കെ സ്റ്റെപ്പ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇതിനോട് പറ്റിയിട്ടില്ലെങ്കിലാ, അതായത് കൈ കൊണ്ട് തടുക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ തടുക്കാൻ പോയാൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ നഫ്സിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ബാധിക്കുമെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ രൂപത്തിലാക്കണം. പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. ചിലടത്ത് പോയി പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ദഅവത്ത് ചെയ്യുമ്പോൾ വളരെ അങ്ങേയറ്റം ഹിക്മത്ത് ആവശ്യമാണ്. എല്ലായിടത്തും പോയിട്ട് വിളിച്ചു പറയാൻ പറ്റൂല. പറയേണ്ടിയിടത്തിലേ പറയാവൂ. ഇനി ഹിക്മത്ത് അനുസരിച്ച് അത് പറഞ്ഞിട്ട് അതിനേക്കാളും വലിയൊരു ഫിത്ന ഒരിക്കലും ഉണ്ടാവരുത്. അതിനും പറ്റില്ലെങ്കിൽ അവൻ എന്താക്കണം? ഹൃദയം കൊണ്ട് വെറുക്കെങ്ങാനും വേണം. അതും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഒരു തിന്മ അങ്ങനെ നടക്കുമ്പോൾ മനസ്സിൽ വെറുപ്പില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ്റെ ഈമാനിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം. ഒരാൾ ദഅവത്ത് ചെയ്യുമ്പോൾ ഫഇൻ ഖാഫ മിൻ ദാലിക അലാ നഫ്സിഹി ഔ മാലിഹി ഔ ലാ ഗൈരിഹി, ദഅവത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില തിന്മകൾ തടുക്കാൻ പോകും, അല്ലെങ്കിൽ അതിനെതിരെ പറയാൻ പോകുമ്പോൾ സ്വന്തം നഫ്സിന് അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെ സമ്പത്തിന് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതിലൂടെ മറ്റാളുകൾക്ക് ഉമ്മത്തിന് തന്നെ മുസ്ലിം ഉമ്മത്തിന് തന്നെ വലിയ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഖത്തൽ ഇൻകാറു ബിയദിഹി വലിസാനിഹി, നാവ് കൊണ്ടും കൈ കൊണ്ടും തടയുക എന്നുള്ളത് അവിടുന്ന് ഒഴിവാകും. അവന് ഉദറുണ്ട്. അപ്പൊ ചെയ്യാൻ പാടില്ല. കാരണം അതിനേക്കാളും വലിയ ഫിത്ന ഉണ്ടാവുക. മനസ്സിലായില്ലേ? പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, വജബത് കറാഹതുഹു ബിഖൽബിഹി, മനസ്സുകൊണ്ട് വെറുപ്പുണ്ടാവില്ല. നിർബന്ധ നമ്മൾ ആലോചിക്കണം. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതിനെ ഹിക്മത്ത് അനുസരിച്ചായിരിക്കണം. പക്ഷെ എന്നാലും മനസ്സിലെന്തുണ്ടാവണം? അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാവണം. ഹാദാ മദ്ഹബുനാ വ മദ്ഹബുൽ ജമാഹീർ എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നിങ്ങൾക്കൊരാൾക്ക് ദഅവത്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദഅവത്ത് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ഫിത്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുന്നാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. അത് ഒരു കായിതാണ്. അത് ഒരു കർമ്മശാസ്ത്രത്തിലെ ഒരു തത്വമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാവും. ഒരു നന്മ ചെയ്യുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയ തിന്മ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അതെന്ത് ചെയ്യണം? തൽക്കാലം അവിടെ മാറ്റി വെക്കണം. മനസ്സിലാവുണ്ടോ? പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാളെ ഇൻകാർ ചെയ്താൽ ഒരു ഫായിദ ഇല്ലെങ്കിൽ, ഒരു ഗുണവുമില്ല, നിങ്ങൾക്ക് അത്രക്കും സാഹചര്യ തെളിവുകൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ദഅവത്ത് ചെയ്യൽ നിർബന്ധമല്ല എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം. എന്നാലും നിങ്ങൾ ഇങ്ങനെ അവന്റെ ബേക്കിൽ വീണ്ടും ധാരാളമായി ഇങ്ങനെ ദഅവത്ത് ആയിട്ട് നിങ്ങൾ നടക്കുകയാണ്, അതിന്റെ കൂലി നിങ്ങൾക്ക് ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു ഇബാദത്താണ്, അതിന് സംശയമല്ല. അപ്പോൾ സഹോദരന്മാർ, നമ്മൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ദഅവത്തിൽ ഹിക്മത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കണം, ആളുകളെ സ്ഥിതി മനസ്സിലാക്കണം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തിന്മ അത് ആദ്യം തടയണം. ശിർക്കുണ്ടെങ്കിൽ ശിർക്കാണ് ആദ്യം തടയേണ്ടത്. ശിർക്കുള്ളവൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ ആദ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തനിച്ച ശിർക്ക് ചെയ്യുന്നവനാ, അവനോട് ആദ്യം പോയിട്ട് തൗഹീദ് നിസ്കരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആദ്യം തൗഹീദ് ഒന്നാക്കണം. അങ്ങനെ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് വിവരമുണ്ടാവണം, നമ്മൾ പഠിക്കണം, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇനി ഇതൊന്നുമില്ല, ഇനി അപകടം എന്താ പറയുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൺമുമ്പിലൂടെ ഹറാമുകൾ ഇങ്ങനെ നടക്കുകയാണ്. ഈ പറഞ്ഞ പറയല്ലേ, സംഗീതങ്ങളും എല്ലാ കൊലപാതകങ്ങളും ധാരാളം ഹറാമുകൾ ശിർക്കും ഖുറാഫാത്തൊക്കെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ വർദ്ധിക്കുകയും നമ്മളിങ്ങനെ ദഅവത്ത് ചെയ്തില്ല. എന്താ പ്രശ്നം? കാര്യങ്ങൾ ഹദീസുകൾ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ ഉണർന്നു. ഇസ്തൈഖദ യൗമൻ മിൻ നൗമിഹി ഫസിഅ, ഭയപ്പാടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാളത്തിൽ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ആപത്ത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. അറബികൾക്ക് ഒരു താക്കീതാണ്. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അടുത്ത് വരുന്ന ഒരു ഷർറിനെ തൊട്ട് ഒരു താക്കീത് ചെയ്യാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫുതിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം മിസ്ലു ഹാദാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അതായത് യജൂജും മഅജൂജിന്റെ മതിൽക്കെട്ടുകൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഫിത്നയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു. ആ ഫിത്നയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കാം. അപ്പൊ ആ സമയത്ത് സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനഹ്ലികു വഫീന സ്വാലിഹൂൻ. ഇതാണ് നമ്മൾ ദഅവത്തിന്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്കും ബാധിക്കുന്ന വിഷയമാണ്. നാട്ടിൽ ഹറാമുകളും തിന്മകളും ബാധിക്കുമ്പോൾ എന്താ പ്രശ്നം? അള്ളാഹു ശിക്ഷ ഇറക്കുമ്പോ തൗഹീദുള്ള ആളുകളാണെങ്കിൽ നല്ല ആളുകളും എന്തു പോകും? അതിൻ്റെ ഒപ്പം അള്ളാഹുവിനെ അതിൽ പെട്ടുപോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈനബ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അനഹ്ലികു വഫീന സ്വാലിഹൂൻ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉള്ളപ്പോഴും ഞങ്ങൾ നശിച്ചു പോകുമോ? അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കോ? ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇദാ കസുറൽ ഖബസ്, എപ്പോഴാ മ്ലേച്ഛതകൾ, ഖബസുകൾ, ശിർക്ക്, കുഫ്ർ തുടങ്ങിയ ഹറാമുകൾ വ്യാപിച്ചാൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ അതിൽ പെട്ടുപോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് പല തെളിവുകളും നമുക്ക് ഖുർആന് തന്നെ കിട്ടും. ഈ ബനൂ ഇസ്രായേലുകാരുടെ സംഭവം, അവർക്ക് ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ലായിരുന്നു. അന്ന് അവർക്ക് പ്രത്യേക ഇബാദത്തിൽ മുഴുകേണ്ട ദിനാണ്. അന്ന് മീൻ പിടിക്കരുത്. ബാക്കിയുള്ള ദിവസമൊക്കെ അവർക്ക് എന്ത് ചെയ്യാ, മീൻ പിടിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ എങ്ങനെ നോക്കിയാലും അനുസരണക്കേട് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുക. ശനിയാഴ്ച നോക്കുമ്പോൾ മീനിങ്ങനെ മേലെ വന്ന് നിൽക്കുക. മീനിങ്ങനെ മറ്റു ദിവസങ്ങളിലൊന്നും കാണാത്തതുപോലെ മീനിങ്ങനെ വെള്ളത്തിന് മുകളിൽ വന്ന് ഇങ്ങനെ തലട്ട് നിൽക്കുക. അപ്പൊ ഇത് കണ്ടപ്പോൾ വിൽക്കുന്നില്ല, സഹിക്കുന്നില്ല. അപ്പോൾ ഒരു എന്ത് ചെയ്തു, അവരെ ഐഡിയ പ്രയോഗിക്കുക, കുതന്ത്രം പ്രയോഗിക്കുക. അവരെന്ത് ചെയ്തു, മീൻ പിടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു, കുളങ്ങൾ ഉണ്ടാക്കി, അതിലേക്ക് അവരിങ്ങനെ ചാലുണ്ടാക്കി. അപ്പൊ എന്ത് ചെയ്യുക, കുളങ്ങളിലേക്ക് മീൻ വരുമ്പോൾ എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യുക, അത് അടച്ചു കളയും. എന്നിട്ട് അടുത്ത ദിവസം പിടിക്കുക. അപ്പൊ മീൻ പിടിച്ചെന്നുള്ള പരാതി വരൂല. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിന് അവർ കുതന്ത്രം പ്രയോഗിക്കുക. അവർക്ക് അന്ന് ഇബാദത്തിൽ മുഴുകേണ്ട ശനിയാഴ്ച ദിവസമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യാണ്, ശിക്ഷിച്ച സംഭവം, ആ ഖൗമിനെ തിരുത്തിയ സംഭവം വിശുദ്ധ ഖുർആൻ അല്ലാഹു അറാഫിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 ടൈപ്പ് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും, ഇവർ ഈ പണി ചെയ്തപ്പോ, കുളങ്ങളിലേക്ക് ചാലുണ്ടാക്കി മീൻ അങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോ അവരിൽപ്പെട്ട നല്ല ആളുകൾ പറഞ്ഞു, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹു, അവരിൽപ്പെട്ട ഒരു ആളുകൾ പറഞ്ഞു, ലിമ തഅദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അല്ല, നിങ്ങൾ എന്തിനാ 3 ടൈപ്പ് ആളുകളുണ്ട് അവിടെ. 1 ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ, 2 ഈ തെറ്റ് ചെയ്യുമ്പോഴും അവരെങ്ങനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, 3 ഇവരത് പ്രബോധനം ചെയ്തിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ. മനസ്സിലാവുണ്ടാ? ഈ മാറി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ദഅവത്ത് അവരെ പ്രബോധനം ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളാണ് ഈ തെറ്റ് തിരുത്തുന്ന ആളുകൾ പറയുന്നത്, എന്തിനാ നിങ്ങൾ പോലെ ഉപദേശിക്കാൻ പോകുന്നത്, പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം അള്ളാഹ് അവരെ അവരെ അള്ളാഹു നശിപ്പിക്കുകയും വമ്പിച്ച ശിക്ഷ കൊണ്ട് അള്ളാഹ് അവരെ പിടികൂടുകയും ചെയ്യും. പിന്നെ എന്തിനാ നിങ്ങൾ അവരെ താക്കീത് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഖാലു, അപ്പൊ ആ പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ മറുപടി ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മഅ്സിറ ഇലാ റബ്ബിക്കും, ഇത് റബ്ബിങ്ങളിലേക്കുള്ള ഒരു ഒഴുകഴിവാണ്. അഥവാ നാളെ പരലോകത്തെത്തിയിട്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കും, എന്താ അവർ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് എതിർത്തില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമോ എന്ന ഭയം കൊണ്ടാണ് അവർ ചെയ്തത് പ്രബോധനം ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് ബോധമാണ് എന്താ അതിൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ ശിർക്കും ബിദഅത്തും ഹറാമുകൾ നടക്കുമ്പോൾ നാളെ റബ്ബ് ചോദിക്കും, നിന്റെ മുമ്പിലൂടെ അതൊക്കെ നടക്കുന്നുണ്ട്, ഇനി എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി അറിയാൻ പറ്റണം. അപ്പൊ മറ്റേ കൗമുണ്ടല്ലോ, അപ്പൊ അവരെക്കാൾ നല്ലവരാരാ? ഈ പ്രബോധനം ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഈ പ്രബോധനം ചെയ്തവരെയാണ് അള്ളാഹ് പുകഴ്ത്തിയത്. മറ്റവരെ കുറിച്ച് അള്ളാഹ് പിന്നെ ആയത്തിലൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവർ പറഞ്ഞു, എന്ന് മാത്രമല്ല വല അല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ള ആളുകളും ആവാം ഒരു പക്ഷേ. നമ്മൾ പറഞ്ഞിട്ടാൽ ചിലപ്പോ അവര് സൂക്ഷിച്ച് മാറിയേക്കാം എന്നൊരു പ്രതീക്ഷയും അവർ വെച്ചു. എന്നിട്ട് പക്ഷേ ഫലം മനസ്സു മാതുക്കിറോബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസൂ, അവിടെ അള്ളാഹ് പറഞ്ഞു, പക്ഷേ ഇവർ പറഞ്ഞു കൊടുത്തിട്ടും അംഗീകരിക്കാത്തപ്പോ ഈ കൗമിന് എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. പക്ഷേ അൻജൈനല്ലദീന യൻഹൗന അനിസൂ, തിന്മ വിരോധിച്ച ആളുകൾ അല്ലാഹു എന്ത് ചെയ്തു, അവിടെ രക്ഷിച്ചു. വഅഖ്ദനല്ലദീന സലമൂ ബിഅദാബിൻ ബഈസ് ബിമാ കാനൂ യഫ്സുഖൂൻ, പക്ഷേ ഈ തിന്മ ചെയ്ത മീൻ പിടിച്ച കൗമിന് അല്ലാഹു എന്ത് ചെയ്തു, അവർ ചെയ്ത നീചവൃത്തിയുടെ ഫലമായി അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഫലമ്മാ അതു അമ്മാ നുഹു അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, എന്താക്കിയത്,
അവരെ കൊരങ്ങന്മാരാക്കി മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ പുകഴ്ത്തിയതാരെ? പ്രബോധനം ചെയ്ത ആളുകളാ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് പേടി? എന്താ? നാളെ പരലോകത്തെത്തുമ്പോ റബ്ബ് ചോദിക്കും, നിന്റെ മുമ്പിൽ ഇങ്ങനത്തെ ഹറാമുകളും ശിർക്കും വിദഅത്തും അനുസരണക്കേടുകൾ നടന്നിട്ട് നീ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ പറ്റണം. അപ്പൊ ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമുക്ക് തിന്മകളെ എതിർക്കാൻ നമുക്ക് സാധിക്കണം. എന്ന് മാത്രമല്ല, എന്റെ അപകടം ഇനിയും ഞാൻ പറയാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാ മിൻ റജുലിൻ യകൂനു ഫീ ഖൗമിൻ യഅമലു ഫീഹിം ബിൽ മആസി യഖ്ദിറൂന അലാ യുഗയ്യിറു അലൈഹി ഫലാ യുഗയ്യിറു ഇല്ലാ അസാബഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഖബ്ലി അൻ യമൂതു. ഒരു സമൂഹത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ അവനിങ്ങനെ ഹറാമുകൾ ഇങ്ങനെ പ്രവർത്തിക്കുക, ഹറാമുകൾ ശിർക്കും ഖുറാഫാത്തൊക്കെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക. പക്ഷേ അവർക്ക് അതിനെ തടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. യഖ്ദിറൂന അലാ യുഗയ്യിറു അലൈഹി, അതിനെ തടുക്കാനുള്ള കഴിവൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവർ എന്ത് ചെയ്തില്ല? ഫലം യുഗയ്യിറു, അവരെന്ത് ചെയ്തില്ല? തടുത്തില്ല. മനസ്സിലായി? തിന്മകൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക, അത് തടുക്കാനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. എന്നിട്ട് അവർ ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തത് കാരണം ഇല്ല അസാബഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഖബ്ലി അൻ യമൂതു, അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ദുനിയാവുന്ന് അവർക്ക് ശിക്ഷ ഉണ്ടാവൂല. മരിക്കുന്നതിന് മുമ്പ് തന്നെ ദുനിയാവുന്ന് അവർക്ക് ശിക്ഷ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വേറൊരു ഹദീസിൽ കാണാൻ പറ്റും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന, നിങ്ങള് ഇന്നഹും തഖറഊന ഹാദിഹിൽ ആയ, അല്ലെങ്കിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ആളുകളല്ലേ? ഏതാ? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ സൂക്ഷിക്കണം. ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിലായ പിന്നെ വഴിപിഴച്ചവർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവൂല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എന്താ? നിങ്ങൾ വഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണെന്നറിയോ? ഇന്നന്നാസ ഇദാ റഔ അസ്സാലിമ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഒരു സാലിമിനെ കാണുമ്പോൾ, ഈ സാലിം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുൽമേതാ? ഷിർക്കാണ്. ഷിർക്കും ബിദഅത്തും കുഫറും എല്ലാം പെട്ടു. സാലിം എന്ന് പറയുമ്പോൾ ഈ പണി ചെയ്യുന്ന, ഷിർക്ക് ചെയ്യുന്നവനും സാലിമാണ്, ഹറാമുകൾ ചെയ്യുന്നവനും സാലിമാണ്. ഇങ്ങനെ ദുൽമ ചെയ്യുന്ന ഒരാളെ കാണുന്നു. എന്നിട്ട് ഫലം യഖുദു അലാ യദൈഹി, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അത് തടയുന്നില്ല. അങ്ങനെ നിങ്ങൾ ആ ഒരു അവസ്ഥ ഉണ്ടായാൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നിങ്ങളെ മൊത്തം ബാധിക്കും. അവരെ മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ആര് പറയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ പ്രബോധനം, നമ്മൾ തിന്മ കണ്ടിട്ട്, ഹറാമുകൾ കണ്ടിട്ട് അത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ എല്ലാവരെയും ബാധിക്കുമെന്നൊരു ഭയം, ആ ബോധം നമുക്കുണ്ടാവണം. എന്ന് മാത്രമല്ല, ജനങ്ങളെ പ്രബോധനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് പറഞ്ഞ കാര്യ, വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നും ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഖൗം ഉണ്ടാവണം. അതാണ് നമ്മോട് പറഞ്ഞതാ. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവരെ കുറിച്ചാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, യഥാർത്ഥ വിജയികൾ എന്ന് പറഞ്ഞ ആരാണ്? ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകളാണ്. അവരാണ് വിജയികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ തൊട്ടുടനെ തന്നെ, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, ഹക്ക് വന്നിട്ടും വ്യതിചലിച്ചു പോയ, ഭിന്നിച്ചു പോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അപ്പൊ ദഅവത്ത് നമ്മളെ ഒന്നിപ്പിക്കാൻ വലിയൊരു ഖൈറാണ്. അപ്പോ തൗഹീദിന്റെ ആളുകളെ തന്നെ ഐക്യത്തിൽ കൊണ്ടുവരാൻ വലിയൊരു കാരണമാണ് എന്താ? പ്രബോധനം നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക, ഭിന്നിപ്പുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഭിന്നിച്ചു പോയാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങനെ ശിർക്കപ്പെട്ടു തിന്മയിൽപ്പെട്ടാൽ അങ്ങനെ ശൈത്താൻ പിടികൂടി ശൈത്താന്റെ ഷർറിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ബോധം ഉണ്ടാവണം. ഈ ശൈത്താന്റെ ഷർറിന്റെ ഗൗരവം മനസ്സിലാക്കാനേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ശൈത്താൻ നമ്മൾ പിടികൂടുന്ന സ്റ്റെപ്പ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു നിലക്കും അവൻ നമ്മളെ നമ്മളെ വിടാതെ വേക്ക് തന്നെ അവൻ പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അവൻ ഏറ്റവും ആദ്യം ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്തിനറിയോ? എന്താ ആദ്യം ശ്രദ്ധിക്കുക? എന്തിനാ? ശിർക്കിലാക്കാനാണ്. കാരണം ശിർക്കിലാക്കി എന്ത് ചെയ്തു? ഇസ്ലാമും ഔട്ടായി. അവന്റെ ലക്ഷ്യം അവനെ സ്ഥാപിക്കാൻ സാധിച്ചു.
അവൻ ആഗ്രഹിച്ചത് അവൻ നടക്കും. ഇനി ഒരാളെ അവന്റെ പിറകിൽ ധാരാളം നടക്കും, ശിർക്കിക്ക് കിട്ടൂലെന്ന് തോന്നിയാ പിന്നെന്തിനാ ശ്രമിക്കുക? ബിദഅത്തിൽക്ക എങ്ങനെങ്കിലുമൊക്കെ ബിദഅത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം ബിദഅത്തിലേക്ക് കൊണ്ടുവന്ന എന്താ? ദീനിയായ കാര്യങ്ങൾ തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അവന് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? വൻപാപത്തിലുള്ളവന് കള്ള് കുടിക്കുന്നവന് തെറ്റാന്ന് അവനറിയാം, പക്ഷെ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് അത് ബോധമില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ബിദഅത്തിലേക്ക് ക്ഷണിക്കാൻ അവൻ പരമാവധി ശ്രമിക്കും. ഇനി അതിനൊന്നും കിട്ടിയില്ല, മൂന്നാമത് എങ്ങോട്ടാ പോവാ? വൻപാപങ്ങൾ ചെയ്യാൻ അവനെ പ്രോത്സാഹിപ്പിക്കും, അതിന് അലങ്കാരമാക്കി കൊടുക്കും. പലിശ, ദുനിയാവിന്റെ കാര്യം, അങ്ങനെ അവൻ അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. ഇനി അതിനും കിട്ടിയില്ല. ഇതൊക്കെ നമ്മൾ ആലോചിക്കണേ. ഈ അവസ്ഥയിലൊക്കെ നമ്മളെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കണം. അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൻ അടുത്തന്നെ ഏതാ നോക്കുക? ചെറുപാപത്തിലേക്ക്. ഇനി അതിനും കിട്ടിയില്ല, ചെറുപാപത്തിനും കിട്ടിയില്ല. ഈ ചെറുപാപത്തിനൊക്കെ കിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കും. മനസ്സിലായോ? നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കിയായി. ശിർക്കിനും കിട്ടുന്നില്ല, ബിദഅത്തിനും കിട്ടുന്നില്ല, വൻപാപത്തിനും കിട്ടുന്നില്ല, ചെറുപാപത്തിനും കിട്ടുന്നില്ല. പിന്നെ അവന്റെ പണി എന്താ അറിയോ? അതാ ഞാൻ പറഞ്ഞത്, ഓന് വിടാതെ നമ്മളെ ബേക്കിലുണ്ട്. പിന്നെന്താന്ന് പറഞ്ഞാലേ, ഹറാമല്ലാത്ത അനുവദനീയമായ ദുനിയാവിന്റെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്താക്കും? ശുഗലാക്കി കളയും. കാരണം അത് ഹറാമല്ല, ദുനിയാവിൽ അനുവദിച്ച കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ വിനോദങ്ങൾ, ഏത് സമയം വിനോദങ്ങൾ ഇങ്ങനെ അപ്പൊ എന്താ സംഭവിക്കുക? വിനോദങ്ങൾ ഇങ്ങനെ ഏർപ്പെടുമ്പോ ദീന് പഠിക്കുന്ന സമയമൊക്കെ അതിലൂടെ എന്ത് ചെയ്യും? ദീൻ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഹൈറ് പഠിക്കാൻ പോകുന്ന, അല്ല ദഅവത്ത് ചെയ്യാൻ പോകുന്ന അവസ്ഥ, മറ്റുള്ളവന് ഹൈറ് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന അവസ്ഥ ഒക്കെ എന്ത് ചെയ്യുക? അതിനൊക്കെ തടയാൻ പറ്റും. കാരണം കളി എന്തെങ്കിലും അല്ല, ഫുട്ബോൾ കളി, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ദുനിയാവിന്റെ അനുവദനീയമായ ഒരു കാര്യത്തിലേക്ക് അവരെങ്ങനെ ശുഗലാക്കി കളയും. നിങ്ങൾ നോക്കി ശൈത്താന്റെ പണി. ഇനി അതിനും കിട്ടിയില്ല എന്നൊക്കെയ. അതിനും കിട്ടി, ഞാൻ പറഞ്ഞു ഇതൊക്കെ വലിയ ഏകദേശം നല്ല മർത്തമുള്ള ആളുകളായിരിക്കും. അതിനും കിട്ടിയില്ലെങ്കിൽ അവൻ എന്താ ചെയ്യാറിയോ? ദീനിൽ തന്നെ ചിലപ്പോ 2 കർമ്മങ്ങൾ ഉണ്ടാവും. ഈ 2 കർമ്മങ്ങളിൽ ഒന്നിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. ഇത് ചെയ്യുന്നതിനേക്കാൾ ഹൈറേതായിരിക്കും, മറ്റത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഹൈറായി ചെയ്യുന്നതിനേക്കാളും അതിലേക്ക് പോവാതെ അതിനേക്കാൾ ഹൈറ് കുറഞ്ഞ പണി ഉണ്ടല്ലോ, അതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ നോക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, അവന്റെ പണി അത്രക്കൊന്നും ബേക്കിൽ വിടാതെ ഉണ്ടാവുന്ന. അപ്പൊ നമ്മളെ ദഅവത്തിൽ നിന്ന് നമ്മളെ മടുപ്പിക്കാൻ, ആളുകൾക്ക് ഹൈറ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നാവുന്ന പരിപാടിയാ. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ പിന്തിരിപ്പിക്കാൻ, റോട്ടുകളിലൂടെ ഇറങ്ങിയ ആളുകൾക്ക് എന്തെങ്കിലും പ്രബോധനം ചെയ്യാൻ, അല്ലെ പൊതുജനങ്ങൾക്കിടയിൽ പോയി ഹക്ക് പറയാൻ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞ ഈ നിങ്ങളെ രാഷ്ട്രീയ മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ ക്ഷണിക്കാനും അല്ലെ സിന്ദാബാദ് വിളിക്കാനും ആളുകൾക്ക് ഒരു ലജ്ജയില്ല, ഒരു പ്രശ്നവുമില്ല, പെണ്ണുങ്ങൾ പോലും ഇല്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കി, ഒരു എന്തെങ്കിലും പോസ്റ്റോ അല്ലെ ദഅവത്തിന്റെ കാര്യം എന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വല്ലാത്ത മടിയായിരിക്കും അല്ലേ? അതെന്താ? ശൈത്താനാണ്. 2, ഈ ദഅവത്തിന്റെ ഫദ്ൽ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം സഹോദരന്മാർ, ഈ ദഅവത്തിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഇബാദത്താന്ന് പറഞ്ഞല്ലോ. അത് നമ്മളെ മനസ്സിന് ശരിക്കും ഉണ്ടാവണം. വളരെയധികം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളൊരു ഇബാദത്താണ്. ഒരു നിസ്കാരം പോലെ, സക്കാത്ത് പോലെ വലിയൊരു ഇബാദത്താണ് പ്രബോധനം ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫദ്ലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫദ്ല് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ ഒന്നുകൂടി ഉന്മേഷം കിട്ടും. ശൈത്താന്റെ ഷർറ് നമുക്ക് മാറിക്കാൻ പറ്റും. എന്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നതെന്ന ബോധം നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനിലേക്കാണ്. എന്താണ് ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ? എന്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഫതാവയിൽ പറഞ്ഞതുപോലെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അദ്ദഅവത്തു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹിയ അദ്ദഅവത്തു ഇലൽ ഈമാനി ബിഹി. എന്താണ്? അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. അതേപോലെ വബിമാ ജാഅത് ബിഹി റസുലുഹു, അള്ളാഹുവിന്റെ ദൂതന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. എങ്ങനെ ക്ഷണിക്കുക? ബിതസ്ദീഖിഹിം ഫീമാ അഖ്ബറു ബിഹി, ആ അമ്പിയാക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ സത്യപ്പെടുത്തണം, അത് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയണം. അതേപോലെ വതഅതിഹിം ഫീമാ അമറു, അവർ കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ച് അത് വഴിപ്പെട്ട് ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദഅവത്ത് എന്ന മൊത്തത്തിൽ എങ്ങനെ ഏതൊക്കെ ഉൾപ്പെടും? വദാലിക യതദമ്മനു ദഅവത ഇല ഷഹാദത്തൈനി, 2 ഷഹാദത്ത് കലിമയിലേക്കുള്ള ദഅവത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്താൻ, വ ഈതാഇസ് സക്കാഹ്, സക്കാത്ത് നൽകാൻ, വ സൗമി റമദാൻ, റമദാൻ നോമ്പനുഷ്ഠിക്കാൻ, വ ഹജ്ജിൽ ബൈത്ത്, ഹജ്ജ് ചെയ്യാൻ. പിന്നെ വ ദഅവത ഇലൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിലേക്ക്,
മലായികത്തിഹി, മലക്കുള്ള വിശ്വാസം, കുതുബിഹി വറുസുലിഹി വൽ ഈമാൻ ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അപ്പൊ ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, ഇതിലേക്കൊക്കെ ആളുകളെ ക്ഷണിക്കലാണ്. വദ്ദഅവതു ഇലാ അൻ യഅബുദൽ അബ്ദു റബ്ബഹു കഅന്നഹു യറാ. അതേപോലെ റബ്ബ് എന്നെ കാണുന്നത് പോലെ ഇഹ്സാൻ, ഇഖ്ലാസോട് കൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ് എന്ത് പറയാ, ദഅവ എന്ന് പറയാ. അയാളെ ദഅവ എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ സ്റ്റേജ് ഇട്ടിട്ട് ഇങ്ങനെ പൊതുസമൂഹത്തിൽ പറയുന്നത് മാത്രമാണ് ദഅവ അല്ലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ നമ്മൾ ഒറ്റക്ക് നടന്നു പോകുമ്പോൾ ഒരാൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കൽ ദഅവത്താൻ, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരു തിന്മ കണ്ടാൽ അത് തടയൽ വാജിബാൻ, ചുരുങ്ങിയത് മനസ്സുകൊണ്ട് വെറുക്കൽ വാജിബാൻ. ഇതൊക്കെ ദഅവത്താ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മുൽ ഫത്താവിൽ വീണ്ടും പറഞ്ഞത് കാണാം, നമ്മുടെ എന്ത് ഖൈറായ കാര്യങ്ങളും നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒക്കെ പുണ്യമുള്ള കാര്യം. ഇതിനൊക്കെ ഉപകാരം എവിടെ കിട്ടുക? നാളെ പരലോകത്താ. ഈ ചിന്ത നമുക്കുണ്ടെങ്കിൽ മടി ഉണ്ടാവില്ല. പൊതുവേ ആളുകൾക്ക് ഇന്ന് പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങാൻ, ദീനി ദഅവ രംഗത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. അതെന്തുകൊണ്ടാ? ശൈത്താന്റെ പണി. രണ്ട്, ഈ ഫദ്ലുകളും ഈ ഫദ്ലുകൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. മാത്രമല്ല ദഅവത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉമ്മത്തിനുണ്ടാകുന്ന നാശം. ഞാൻ ഖൈറായി ഇങ്ങനെ ഒരു മൂലക്കൽ കുത്തിരിക്കുക, ബാക്കി സമൂഹത്തിൽ ധാരാളമായി തിന്മകൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടായ എന്താ പ്രശ്നം? അവിടെ ആ സമൂഹത്തിൽ ശിക്ഷ വരുമ്പോ അത് എനിക്ക് കൂടി ബാധിക്കുമെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവണം. മജ്മുൽ ഫത്താവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, കുല്ലു മാ അഹബ്ബഹു അല്ലാഹു വറസൂലുഹു മിൻ വാജിബിൻ വമുസ്തഹബ്ബിൻ. അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വാജിബായ കാര്യമാവട്ടെ, മുസ്തഹബ്ബായ പുണ്യമുള്ള കാര്യമാവട്ടെ, അത് മിൻ ബാത്തിനിൻ വസാഹിരിൻ, പ്രത്യക്ഷമായതായിക്കോട്ടെ പരോക്ഷമായതായിക്കോട്ടെ, ഫമിന ദഅവതി ഇലല്ലാഹിൽ അംറു ബിഹി. ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ അത് ചെയ്യാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് ദഅവത്താണ്. എന്നാലോ അതേപോലെ തന്നെ വകുല്ലു മാ അബ്ഗദഹു അല്ലാഹു വറസൂലുഹു മിൻ ബാത്തിനിൻ വസാഹിർ, അള്ളാഹും അവന്റെ റസൂലും വെറുക്കുന്ന പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള എന്തൊരു കാര്യമാവട്ടെ, മിൻ ബാത്തിനിൻ വസാഹിർ ഫമിന ദഅവതി ഇലല്ലാഹ് അന്നഹി അൻഹു. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മോനെ ഇനി വിട്ടു നിൽക്കണം, ആളുകളോട് വിട്ടു നിൽക്കണമെന്ന് പറയൽ അത് ദഅവത്താണ്, അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ്. لا تتم الدعوة إلا إلى الله إلا بالدعوة لا يفعل ما أحبه الله ويترك ما أبغضه الله. അപ്പോൾ ഒരു ദഅവത്ത് പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? റബ്ബ് അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഇത് രണ്ടും വേണം. അതും ജനങ്ങളോട് ഉപദേശിക്കണം. ഹറാമെന്ന് വിട്ടു നിൽക്കാനും. അതേപോലെ ചില ആളുകൾ എപ്പോഴും ഖൈറ് മാത്രം, നന്മ മാത്രം പറയും. ആളുകളെ പിടിപാടിട്ടാൽ തിന്മ കണ്ടാ പറയൂല, തിന്മ കണ്ടാൽ എന്ത് ചെയ്യില്ല, എതിർക്കൂല. അത് ശരിയാണോ? ഇതൊരിക്കലും ശരിയല്ല. രണ്ടും വേണം. നന്മ കൽപ്പിക്കുന്നതോടൊപ്പം തിന്മ കണ്ടാ വിരോധിക്കുകയും വേണം. ഇനി ഇതിന്റെ ഫദ്ല് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം, എത്രത്തോളം പുണ്യമുള്ള കാര്യം എന്ന് മനസ്സിലാവും. ആ ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെയും ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കി നിങ്ങൾ പല സംഘടനകളുണ്ട്, വിദഗ്ധത്തിന്റെ കക്ഷികളുടെ, മുസ്ലിം നാമധാരികൾ, തബ്ലീഗ് ആയാലും ശരി. അപ്പൊ അവരുടെയൊക്കെ ദഅവത്ത് എവിടെ? അഹ്ലുസുന്നയുടെ ദഅവത്തല്ല വരുത്. അവർ തൗഹീദ് പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും ഇല്ല. തൗഹീദിൽ തന്നെ പിഴച്ച ആളുകൾ അവർ, സംശയമല്ല. അപ്പൊ ഈ ഉമ്മത്തിന് തൗഹീദ് പറയാൻ ആരാളുള്ളത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഉമ്മത്തിൽ ഇപ്പൊ ഖുറാഫികൾ സ്റ്റേജ് എട്ടി പ്രസംഗിക്കും, ഓൾക്ക് തൗഹീദ് അറിയാൻ കഴിയോ? ഓൾക്ക് തൗഹീദ് അറിയാൻ കഴിയോ? തനിച്ച ശിർക്കായിന്ന്. അപ്പൊ ഈ ഉമ്മത്തിൽ ആരാണ് തൗഹീദ് പറഞ്ഞു കൊടുക്കുക? ഇത്രയും ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഈ കേരളം മാത്രം എടുത്താൽ തന്നെ എത്രങ്ങാനും ഷിർക്ക് ബിദഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഷിർക്ക് ബിദഅത്തിനെ തൗഹീദ് പറയാൻ വളരെ അഹ്ലുസുന്നന്റെ മാർഗത്തിലൂടെ തൗഹീദ് പറയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ അതിൽ വിട്ടുന്ന അവസ്ഥ, വീണ്ടും ഷിർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ നബി സല്ലല്ലാഹു ഏറ്റവും ദഅവത്തിന്റെ മുൻഗണന തൗഹീദാണ്. അവിടാണ് ബാക്കിയുള്ള എല്ലാ കക്ഷികളും പയച്ചു പോയത്. ഏറ്റവും അമ്പിയാക്കന്മാരുടെ പാത തൗഹീദാണ്. അതായത് ഉലൂഹിയത്തിലേക്കാണ് അവർ ക്ഷണിച്ചത്. അതിൽ നിന്നാണ് ബാക്കി കക്ഷികളൊക്കെ അവിടെ എന്ത് ചെയ്ത് പയച്ചുപോയി. മനസ്സിലാവുന്നുണ്ടോ? ദഅവത്തിന്റെ മുൻഗണന അതാണ്. അല്ലാതെ നാട്ടിൽ നിങ്ങൾ കള്ളുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കേൾക്കാനുണ്ടാവും. ഷിർക്കിനെതിരെ പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പെരുന്നാൾ ഖുത്ബ പോലും നടത്തി. പെരുന്നാൾ ഖുത്ബ നടത്തിയപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ലഹരിന്റെ വിഷയം വന്നപ്പോൾ ആലോചിച്ച് നോക്കി, എല്ലാവരും ലഹരിക്കെതിരെ പോരാടുകയാണ്. ലഹരിക്കെതിരെ ജാഗ്രത എല്ലാവരും താക്കിയത്, എല്ലാ സംഘടനകളും. പക്ഷെ ഈ ലഹരിയെക്കാളും വലുതെന്താ? ഷിർക്കാണ്.
ഏറ്റവും വലിയ തിന്മ ശിർക്കാ അല്ലേ? ആ ശിർക്കിനെ പറ്റി, ആ ശിർക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടുന്ന, അല്ലെ അതിന് ജാഗ്രത പാലിക്കണം എന്ന് പറയുന്ന ആളുകൾ എത്ര കുറവാ. അപ്പൊ ആ വിഷയം നമ്മളിങ്ങനെ രണ്ടു കുറവുള്ള, പക്ഷെ അതിനെക്കാട്ടും കുറവുള്ള ഏതാ? ശിർക്കാൻ. അത് പറഞ്ഞപ്പോ അത് ജമാഅത്ത് ഇസ്ലാമിയാന്ന് തോന്നുന്നു. അതാണ് ഓലെ അറിവില്ലായ്മ. അവർ വന്നിങ്ങനെ പറയാ, നിങ്ങൾ ആദ്യം എന്ത് പറയേണ്ടി, ലഹരിയാണല്ലോ വലിയ പ്രശ്നം, ലഹരിയിലൂടെ ആണല്ലോ ശിർക്കിലേക്ക് ആളുകൾ പോകുന്നത്. അവർ പറയാനോട് നേരിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, ലഹരിയിലൂടെ അല്ല ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത്. അപ്പൊ അത് ശിർക്കല്ല ആദ്യം പറയണം. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഗൗരവം കുറഞ്ഞു പോകും. അങ്ങനെ വിവരമില്ലാണ്ടായിപ്പോയി. അപ്പോ ലഹരി, ഇങ്ങനെ മദ്യപാനം, അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ശിർക്കിനെതിരെ, വിദ്യാർത്ഥിനെതിരെ പറയാൻ നിന്നാ നിങ്ങൾക്ക് താങ്ങാൻ ആള് കുറവായിരിക്കും. അപ്പൊ അത് നമ്മളെ ബോധം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഏറ്റവും വലുത് ചെറുക്കാൻ. അപ്പൊ ആ അമ്പിയാക്കന്മാരുടെ മനഹജ് നമ്മൾ വിടരുത്. അവർ പ്രബോധനം ചെയ്ത ആ ശൈലി, അതിനപ്പുറം നമ്മൾ പോകാൻ പാടില്ല. അത് ഏതാ? തൗഹീദാണ് ഏറ്റവും വലുത്. അതിലൂടെ മാത്രമേ നമുക്ക് എന്താവൂ, ആഗ്രഹിക്കപ്പെടുന്ന ഫലം സമൂഹത്തിൽ നമുക്ക് കിട്ടും. ഈ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന ഫലം അമ്പിയാക്കന്മാരുടെ ദാവത്തിന്റെ മനഹജ് മനസ്സിലാക്കുന്നവരെ കിട്ടും. അതേപോലെ തന്നെ ശറഈയായ ലക്ഷ്യങ്ങളെ അതിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉമ്മത്തിന് അതിലൂടെ നമുക്ക് ഉപകാരം കിട്ടൂ എന്ന് മാത്രമല്ല, ആ മാർഗത്തിലൂടെ നമ്മൾ ദാവത്ത് ചെയ്യുമ്പോഴേ ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്ക് ഗുണമുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്താൽ യാതൊരു സംശയവുമില്ല, നമ്മൾ ദാവത്ത് ചെയ്യാൻ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിയാ അതിന് ബറക്കത്തുണ്ടാവും, ഖൈറുണ്ടാവും. അതിന്റെ ഗുണം എന്താ അറിയോ? ഫദ്ല് നമ്മൾ മനസ്സിലാക്കണം. ഏതാ? ആദ്യം നമ്മുടെ മനസ്സിൽ ബോധം ഉണ്ടാവണം. ഞാൻ ഇറങ്ങുന്ന ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, ഈ ഇബാദത്തിന്റെ ഫദ്ല്, ശ്രേഷ്ഠത എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ, നമ്മെ സൃഷ്ടിച്ച, ഈ ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്ന, അല്ലാഹ് ഏതിലേക്കാണോ ക്ഷണിക്കുന്നത്, എന്റെ റബ്ബ് ഏതിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ ഒരു മാർഗത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫദ്ല്. വിശുദ്ധ ഖുർആനിൽ എന്താ തെളിവതിന്? അള്ളാഹു പറയാ സൂറത്ത് യൂനുസില്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ക്ഷണിക്കുന്നത് എങ്ങോട്ടാ? ഇലാ ദാരിസ്സലാം. ദാരിസ്സലാം എന്ന് പറയുന്നതാ സ്വർഗമാണ്, സമാധാനത്തിന്റെ ഭവനം എന്ന് പറയാൻ കാരണം എന്താ? മുഫസ്സിറുകൾ വിശദീകരിച്ചു, അവിടെ സ്വർഗത്തിൽ പിന്നെന്തില്ല? ആപത്തുകളില്ല, ന്യൂനതകളില്ല, പ്രയാസങ്ങളില്ല. അതാണ് സലാം, സമാധാനത്തിന്റെ വീട് എന്ന് പറഞ്ഞത്. അപ്പൊ സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹു ക്ഷണിക്കാൻ, അപ്പൊ നമ്മൾ ക്ഷണിക്കുന്ന അങ്ങോട്ടാ? ആ റബ്ബ് ക്ഷണിക്കുന്ന അതേ മാർഗത്തിലേക്ക്. അപ്പൊ എന്റെ റബ്ബ് ക്ഷണിക്കുന്ന മാർഗത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന ബോധം മനസ്സിലുണ്ടാവണം. ഒന്ന്. മറ്റൊരായത്തിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ 221, വല്ലാഹു യദ്ഉ ഇലൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു, വൽ മഗ്ഫിറ, പാപമോചനത്തിലേക്കും, ബിഇദ്നി, അല്ലാഹുവിന്റെ ഇതിനോട് കൂടി എന്ന് പറഞ്ഞാൽ അല്ലാഹു മതപരമാക്കിയ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി റബ്ബ് നമ്മെ ക്ഷണിക്കാൻ, അതേ ശൈലിയാണ് നമ്മൾ എന്ത് ചെയ്ത് സ്വീകരിക്കുന്നത്. സ്വർഗത്തിലേക്കാണ് ആളുകൾ നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പൊ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഒന്നാമത്തെ ഫദ്ല്, ദഅവത്തിന് ഒന്നാമത്തെ ഫദ്ല് എന്ന് പറഞ്ഞാൽ, എന്റെ റബ്ബ് ക്ഷണിക്കുന്നത് എങ്ങോട്ടാണോ ആ വഴിയിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അല്ലാതെ നാട്ടുകാരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, ഏതെങ്കിലും സംഘടനകൾക്കല്ല, ഒരു സംഘടനകൾക്കും അല്ല, മറിച്ച് ദീനുൽ ഇസ്ലാം, എന്റെ റബ്ബ് ക്ഷണിച്ച മാർഗത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന ബോധം ഒന്നുണ്ടാവണം. അതാണ് ഒന്നാമത്തെ ഫദ്ല്. രണ്ട്, നിങ്ങൾ ഈ ദഅവത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പണി യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? അമ്പിയാക്കന്മാരുടെ പണി ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ ഈമാനുള്ള ആളുകൾക്ക് അതിന്റെ സുഖം ലഭിക്കും. ഒരു ആസ്വാദനം ഉണ്ട്. ഇബാദത്തിലൊക്കെ ആസ്വാദനം ഉണ്ടല്ലോ. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് വളരെ ഭംഗിയായി വിശദീകരിച്ചതാ. ഇബാദത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ കിട്ടാത്തതിനേക്കാളും വലിയൊരു ആസ്വാദനം ഇബാദത്ത് ചെയ്യുമ്പോൾ കിട്ടും. നിസ്കരിക്കും വലിയ ആസ്വാദനം ഉണ്ട്. പക്ഷെ അതാർക്കാ കിട്ടിയറിയോ? ഈമാനുള്ള ആളുകൾക്ക് അതിന്റെ ആസ്വാദനം പൂർണ്ണമായി ലഭിക്കും. എന്നതുപോലെ ഞാൻ ഈ ഇബാദത്ത് ചെയ്യുമ്പോൾ, ഈ പ്രബോധനം ചെയ്യുമ്പോൾ അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഈമാനുള്ള ആളുകൾക്ക് കിട്ടും. അല്ലാത്തവരെ സംബന്ധിച്ച് ആ സുഖം കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ യഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത. എല്ലാ ഉമ്മത്തിലേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലന്മാരെ അയച്ചു. എന്തിനാ അയച്ചത്? അൻ യഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, വജ്തനിബുത് താഗൂത്, താഗൂത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. താഗൂത്ത് പറഞ്ഞാൽ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാവട്ടെ, ശൈത്താന്മാരാവട്ടെ, ജ്യോത്സ്യന്മാരാവട്ടെ, ആരാവട്ടെ,
അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറഞ്ഞത് കാണാം, വകുല്ലു മൻ ദഅ ഇല ദലാൽ, ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാവരും ആരാണ്? താഗൂത്തുകളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ദലാലത്തിലെ ശിർക്കിലേക്കും ബിദഅത്തിലേക്കും ക്ഷണിക്കുന്ന ഈ ധാരാളം ആളുകൾ ദായിമാരുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ പോയിട്ട് എല്ലാം കേൾക്കുന്ന എന്തു കേൾക്കാനുള്ള നിലപാടിലേക്ക് ആളുകൾ ഇപ്പോൾ എത്തി. പാടുണ്ടോ? ഇല്ല. ഈ ഇങ്ങനെയുള്ള ആളുകളെ വിട്ടിക്കണം. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ആര് പെട്ടു? ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ ദായിമാരും പെട്ടു. അപ്പൊ അവർ നമ്മൾ വിട്ടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു തത്വമായിട്ടാണ് ലോകത്തെ അമ്പിയാക്കന്മാർ അയച്ചത്. ആ ഒരു തത്വമാണ്, അവരുടെ ജോലിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന ബോധം മനസ്സിൽ നമുക്കുണ്ടാവണം. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞു, ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആയത്ത് ഓർമ്മ വേണം. അല ബസീറ. എങ്ങനെ ആയിരിക്കണം? പറയുന്ന കാര്യത്തിൽ ഇൽമുണ്ടാവണം. പറയാതെ പഠിക്കാതെ നമ്മൾ ദീനിൽ സംസാരിക്കാൻ പാടില്ല. അത് വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അറിവില്ലാതെ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. അറിയാത്ത വിഷയം അറിയണം, അറിയുന്ന വിഷയം പറഞ്ഞു കൊടുക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, വലാ യകൂനു മിൻ അത്ബാഇർ റസൂലി അലൽ ഹഖീഖ. ഒരാൾക്ക് യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ ദൂതന്മാരുടെ പിൻഗാമിയാകാൻ പറ്റിയ എപ്പോഴാ? ഇല്ലാമൻ ദഅ ഇലല്ലാഹി അലാ ബസീറ. എപ്പോഴാ? ബസീറത്തോടു കൂടി. നേരത്തെ പറഞ്ഞ 3 കാര്യമാണ്. ഇൽമുണ്ടാവണം, സംസാരത്തിൽ ലീൻ ഉണ്ടാവണം, റിഫ്ക് ഉണ്ടാവണം, മയ ഉണ്ടാവണം, അതേപോലെ ക്ഷമ ഉണ്ടാവണം. ഈ 3 കാര്യത്തും കൂടി ഉണ്ടായി ദഅവത്ത് ചെയ്താലേ അവരെന്തുണ്ടാവൂ? യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെ ജോലി ഏറ്റെടുത്തവെന്ന് പറയാൻ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കണം. 3ാമത്തെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ദായി എന്ന പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും വളരെ ശ്രേഷ്ഠനാണ് ഒരു പ്രബോധകൻ. അതെങ്ങനെ മനസ്സിലായി? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു, കാരണം എന്താ വെച്ചാൽ അവൻ ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു ഇബാദത്താണ് അവൻ നിർവഹിക്കുന്നത്. ആ ഒരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവും. എങ്ങനെ മനസ്സിലായി പറഞ്ഞാൽ സൂറത്തുൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ ഫുസ്സിലത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ. ഈ വായത്തുകളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കണം, എന്നാൽ മനസ്സിൽ തട്ടും. അള്ളാഹ് എന്താ പറഞ്ഞറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവന്റെ വാക്കിനേക്കാളും അഹ്സനായിട്ട് വേറെ ആരാളുള്ളത്? ഇതൊക്കെ അങ്ങനെ ഊതിപ്പോവാന്നല്ലാണ്ട് നമ്മൾ ശരിക്കും അതിന്റെ ഫദ്ല് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതിന് നമുക്ക് എന്താ മനസ്സിലായി? റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നുള്ള അവന്റെ സംസാരവും അവന്റെ ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം റബ്ബിന് ഇഷ്ടപ്പെട്ട അതിനേക്കാൾ അഹ്സനായതില്ലാന്നാ. ആരാണോ എന്ന് ചോദിക്കുക? അല്ല. അപ്പൊ റബ്ബിങ്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അത്രക്കും അതിമഹത്തായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതിനെ വളരെ ഭംഗിയായി ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം. ഹാദാ ഹബീബുല്ലാഹ്. ആരാണ് ഇവൻ? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. ഹാദാ വലിയുല്ലാഹ്. അവൻ അള്ളാഹുവിന്റെ വലിയാൻ. അസ്ലമലില്ലാഹ്. അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്. വഅമില ബിതാഅതിഹി. അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. വദഅൽ ഖൽഖ ഇലൈഹി. സൃഷ്ടികൾ അതിലേക്ക് ക്ഷണിക്കുന്നവനാണ്. ഫഹാദൻ നൗഉ. ഈ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അഫ്ദലു അൻവാഇൽ ഇൻസാനി വഅലാഹും ദറജതൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഈ പറഞ്ഞ ഇനം ആളുകളാണ് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ പദവിയിൽ അത്യുന്നതരെന്ന് ആര് വിശദീകരിക്കുക? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി. അത്രക്കും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അടുത്ത ഗുണം എന്ന് പറഞ്ഞാൽ ദഅവത്ത് ചെയ്യുന്നതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന കക്ഷികളായി തീരും. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നേരത്തെ നമ്മൾ ഓതിയ ആയത്ത്, വൽതകും മിൻകും ഉമ്മ. എന്താർത്ഥം? നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത്, സമൂഹം ഉണ്ടാവട്ടെ. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവർ. അവർ യഥാർത്ഥ വിജയിക്കുന്ന കക്ഷികളാണ്. യഥാർത്ഥ വിജയിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരാളാവണം എനിക്കെന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തീർന്നില്ല സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്നത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്കൊരാൾക്ക് ഇപ്പൊ നിങ്ങൾ നോക്കി, ഹജ്ജ് ചെയ്യുന്ന ഒരാളുടെ പുണ്യം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാം. നമ്മൾ ബോധം ഉണ്ടാവേണ്ടിയാണ്. ഒരാൾക്ക് ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കുകൊണ്ട് ഒരാൾ പോയി ഹജ്ജ് ചെയ്തു. ആ ഹജ്ജ് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര ഖൈറാൻ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദഅ ഇലാ ഹുദാ. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅ. അവൻ
ആ പിന്തുടർന്ന് അവൻ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ അതേ പ്രതിഫലം ഇവൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഒന്നും കുറഞ്ഞൂല. അതാ പറയുക, നിങ്ങളിപ്പോൾ ഒരാളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു, അവൻ നിസ്കാരം തുടങ്ങി, അവൻ ചെയ്യുന്ന അമല് അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കി, ഇതൊക്കെ നമുക്ക് എവിടെ ഉപകാരപ്പെടുക? നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഹജ്ജ് ചെയ്യാൻ അറിയില്ല, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചെടുത്ത് അവൻ ഹജ്ജ് ചെയ്യാൻ, അവന്റെ കൂലി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ. ഇങ്ങനെ ഓരോ ഇബാദത്തിനും. നേരെ മറിച്ച് തിരിച്ചോ, വമൻ ദാ ഇലാ ദലാലത്തിൽ ഞങ്ങൾ ക്ഷണിച്ചതെങ്കിലോ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ. ഒരു ഹറാമിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. എത്ര ആളുകളാ മക്കളെ ആലോചിച്ച് നോക്കി, ഈ മക്കളെ വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹറാമിന്റെ മാർഗത്തിലൂടെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്. വേഷം ഹറാമായിരിക്കും, ആണുങ്ങളുടെ ഡ്രസ്സ് വേഷം പാൻറ്റും കോട്ടും ഇട്ട് പോണ മുസ്ലിം പെൺകുട്ടികൾ. ഇങ്ങനെ ഹറാമിന്റെ മാർഗത്തിലൂടെ ഒരു ദീനിന്റെ ചിട്ടയില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? പറഞ്ഞയച്ച് പിന്നെ എല്ലാ തോന്നിവാസങ്ങളിലേക്കും പ്രേമത്തിലേക്കും മയക്കുമരുന്നും കഞ്ചാവിലേക്കും ഒക്കെ എത്തിപ്പെടുക. അതിന്റെ അവരാ ചെയ്യുമ്പോൾ, ആ തിന്മ ചെയ്യുമ്പോൾ അതിന്റെ ഓഹരിയൊക്കെ ആർക്ക് കിട്ടുക? ഈ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്കും കിട്ടുക. ഇതിനൊന്നും ഗൗരവ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ അറിയങ്ങള്? ഒരു സമൂഹത്തിന് നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലിന്റെ പ്രത്യേകത അറിയങ്ങള്? ഒരു സമൂഹത്തിന് ബാധിക്കുന്ന ശിക്ഷ നിങ്ങൾ ഇല്ലാതാക്കുക. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിലേക്ക് അവന്റെ ശിക്ഷ ഇറക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. സുമ്മത്തദൂനഹു, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അപ്പോ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നിലച്ചു പോയാൽ ശിക്ഷ വരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് കിഫായായ കാര്യമാണ്. സമൂഹത്തിൽ ആരും ചെയ്തില്ല, എല്ലാവരും കുറ്റക്കാരാവും. ഇനി ഫർദ് ഐനാവും, നേരെ മുമ്പിൽ തിന്മ കാണുമ്പോൾ അവരെതിർക്കണം, അല്ലെ മനസ്സിൽ വെറുപ്പങ്കാനും ഉണ്ടാവണം. അപ്പോൾ ആ ഒരു സമൂഹത്തിന് ബാധിക്കുന്ന ശിക്ഷ നിങ്ങൾ ദഅവത്ത് ചെയ്യാതെ സമൂഹത്തെ എങ്ങനെ വിട്ടാ? നേരത്തെ പറഞ്ഞ ഹദീസ് മനസ്സിലുണ്ടാവണം. ഹറാമുകൾ കൂടിയാൽ എന്താ സംഭവിക്കുക? സമൂഹത്തിൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. അപ്പൊ ആ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ ഒരു കാരണക്കാരാവാൻ നിങ്ങൾക്ക് സാധിക്കാൻ. അതിനൊരു ഉദാഹരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖി ഫീഹാ, അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെയും ആ ഹറാമുകളൊക്കെ ചെയ്യുന്നവന്റെയും ഉപമ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എങ്ങനെയാണെന്നറിയങ്ങള്? കമസലി ഖൗമിൻ, ഒരു കൗമിന്റെ ഉപമ പോലെയാണ്. ഇസ്തഹമു അലാ സഫീന, ഒരു കപ്പലിൽ കയറി, 2 നിലയുള്ള കപ്പലാ. അപ്പൊ മേലെ നിലയിൽ ഇരിക്കാനും താഴെ നിലയിൽ ഇരിക്കാനും വേണ്ടി നറുക്കെടുപ്പ് നടത്തി. ആർക്കൊക്കെ മേലെ ഇരിക്കണം, ആർക്കൊക്കെ താഴെ ഇരിക്കണം എന്ന് നറുക്കെടുപ്പ് നടത്തി. അങ്ങനെ ചില ആളുകൾക്ക് താഴെ തട്ടും, ചില ആളുകൾക്ക് മുകളിലെ തട്ടുക കിട്ടി. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു ഉപമ. ഈ ഉപമ പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ താഴെയുള്ള ആളുകൾക്ക് വെള്ളത്തിന് ആവശ്യമില്ല. അവർ എന്ത് ചെയ്യുന്നറിയോ? മേലുള്ള ആളുകളുടെ അടുക്കലേക്ക് കയറി പോയിട്ട് വെള്ളത്തിന് മേലെ ആളുകൾക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മേലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ താഴെയുള്ള ആളുകൾ പറഞ്ഞു, ഫഖാലു ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ വലം നുഅ്ദി മൻ ഫൗഖനാ, നമ്മൾ എപ്പോഴും ഇങ്ങനെ മേലോട്ട് കയറി പോയിട്ട് അവർക്ക് ഉപദ്രവമാവുമല്ലേ, അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാ, നമ്മുടെ താഴ്ഭാഗത്ത് കപ്പൽ ഒരു ഓട്ടം വിളിക്കുക, ദ്വാരം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ഓല ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാ, വെള്ളം എടുക്കാം. ഉണ്ടോ? അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കുക? മേലുള്ള ആളുകൾ താഴെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അവരെന്ത് ചെയ്തോട്ടെ, നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരെന്ത് ചെയ്തോട്ടെ, ഒരു ദ്വാരം ഉണ്ടാക്കി എടുത്തോട്ടെ എന്ന് പറഞ്ഞവരെ വിട്ടേച്ചെന്താ സംഭവിക്കുക? താഴെയുള്ളവര് മാത്രമാണ് പോവാ, മേലുള്ളവരും ചെയ്യും, മുങ്ങി വട്ടിയാവും. നേരെ മറിച്ച് ഓലെ പിടിച്ചാലോ രണ്ടാളും രക്ഷപ്പെടും. ഇതിനെ ഉപമ പറഞ്ഞ കാര്യങ്ങള് ഇതാണ്. ഈ ഹറാം, അതായത് ഹറാമുകൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മക്ക് ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ തൗഹീദൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടന്ന് മുമ്പിൽ കൂടെ ഹറാമുകൾ ഇങ്ങനെ നടമാടി ശിർക്കും ബിദഅത്തും ഹറാമുകൾ വർദ്ധിക്കുമ്പോൾ ഓലെ അള്ളായിക്കോട്ടെ എന്ന് പറഞ്ഞ് നടന്നാൽ എന്താ സംഭവിക്കുക? അവരെ മാത്രമാണോ ശിക്ഷ ബാധിക്കുക? അല്ല, മൊത്തത്തിലാ ബാധിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം.
ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ ദഅവത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പൊതുവെ എല്ലായിടത്തിലും ആളുകൾ ഇങ്ങനെ എന്താ ഈ മേഖലയിൽ ആളെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ ചിന്താബാദ് വിളിക്കാനൊക്കെ എല്ലാവരെയും കിട്ടും. അപ്പൊ ഈ ചിന്തയൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. ഞാൻ ഏറ്റെടുത്തത്, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം, ദൈവത്തിൽ മടിയില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ഒന്ന്, എൻ്റെ റബ്ബ് ക്ഷണിച്ച മാർഗത്തിലേക്ക്, ദാറുസ്സലാമിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, എൻ്റെ അമ്പിയാക്കന്മാരുടെ ജോലിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, ബോധം നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പദവിയാൽ ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് ദഅവത്ത്. വമൻ അഹ്സനു ഖൗലൻ, ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്ന, ഏറ്റവും നല്ല വാക്കായിട്ടും വേറെ ആരെ ഖൗലാണുള്ളത് അള്ളാഹ് ചോദിക്കുക. എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ബാധിക്കുന്ന ഒരു അദാബിനെ നിങ്ങൾക്ക് നീക്കാൻ സാധിക്കും. ഈ ബോധമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇനി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ഹദീസും നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകളായി അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ ക്ഷമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.